ഇന്നത്തെ വീക്ക്ലി എപ്പിസോഡിൽ മോഹൻലാൽ 2-3 കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ അപ്രീസിയേഷൻ അർഹിക്കുന്ന 2-3 അതിലൊന്ന് നൂറയുടെ കാര്യമാണ്. നമ്മളെല്ലാവരും വിചാരിച്ചത് നൂറ ടിക്കറ്റ് ടു ഫിനാലെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഫൈനൽ 5 എത്തിയെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഫൈനൽ വീക്കിലാണ് എത്തിയെന്നുള്ള ക്ലാരിഫിക്കേഷൻ ലാലേട്ടൻ തന്നു. അപ്പോൾ ഈ ഒരു ക്ലാരിഫിക്കേഷനിലൂടെ നൂറയ്ക്ക് കുറച്ച് വിഷമമായി, ആദിലയ്ക്കും കുറച്ച് വിഷമമായി. പക്ഷേ ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അക്ബറിനൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ആ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഓക്കെ, ഫൈനൽ വീക്കിലേക്കാണല്ലോ, ഫൈനൽ 5 എന്നുള്ള സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അനുമോളുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെയും പ്രശ്നങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് അത് ഏകദേശം സോൾവായി. അത് കഴിഞ്ഞ് ലാലേട്ടൻ അനീഷിൻ്റെ ഇഷ്യൂ എടുത്തിട്ടു. അപ്പോൾ അനീഷിനോട് അതുപോലെ തന്നെ അനുമോളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് നിങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റുമോ എന്നുള്ള ടോണിലൊക്കെ ഇൻഡയറക്റ്റായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനീഷിനൊക്കെ ഭയങ്കര നാണം വരികയും അനുമോൾക്കാകെ ചമ്മലാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പറഞ്ഞു പ്രാങ്ക് ആയിരുന്നോ എന്ന്. കാരണം അനുമോൾ ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും പറഞ്ഞത് ചിലപ്പോൾ ഇത് പ്രാങ്ക് ആയിരിക്കും, പ്രാങ്ക് ആണെന്ന് വിചാരിക്കുന്നു എന്ന്. പക്ഷേ അനീഷ് അത് നിഷേധിക്കുകയാണ്. ഇത് പ്രാങ്ക് അല്ല, എനിക്കൊരു ഇഷ്ടം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇഷ്ടം തോന്നി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ മൊത്തത്തിൽ എല്ലാവരും അനീഷിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറയുന്നത്, ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ അനുമോളുടെ മുഖം ഭയങ്കര വിഷമിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് ലാലേട്ടൻ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ ഒരാൾക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് തോന്നണ്ടെന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാം. അതേപോലെ തന്നെ അനുമോളുടെ അടുത്ത് നിന്ന് എടുത്ത് പറയുകയല്ല ചെയ്തത്, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് പറയുന്നുണ്ട് ലാലേട്ടൻ, മറ്റൊരാളുടെ മനസ്സ് വിഷമിപ്പിക്കരുത്, മറ്റൊരാളുടെ വികാരം വെച്ച് കളിക്കരുത് എന്നുള്ള രീതിയിലുള്ള ഹിൻറ്റ് അനുമോൾക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ലവ് കോംബോ പ്രമോട്ട് ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഈ എപ്പിസോഡിൽ കാണുന്നത്. അത് കഴിഞ്ഞ് കേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അനുമോളുടെയും അനീഷിൻ്റെയും ആണ് കേക്ക് എന്നുള്ള രീതിയിൽ സംസാരിച്ച് രണ്ടുപേരും ആ കേക്ക് കട്ട് ചെയ്യുന്നു. അനീഷിന് ഭയങ്കര സന്തോഷമാണ്, കാരണം ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഈ ഒരു ലവ് കോംബോയിൽ കിട്ടിയത്. അപ്പോൾ അനീഷിന് ഭയങ്കര സന്തോഷമാണ്. അനീഷിന് മനസ്സിലായി പുറത്ത് അനീഷിന് സപ്പോർട്ട് ഉണ്ടെന്ന്. പക്ഷേ അനുമോൾക്ക് മനസ്സിലാവുകയാണ്, ഇവരെല്ലാവരും എന്നെ നിർബന്ധിക്കുകയാണോ, അനീഷേട്ടനെ കെട്ടാൻ വേണ്ടി നിർബന്ധിക്കുകയാണോ, ലാലേട്ടൻ ഉൾപ്പെടെ. അതെങ്ങനെയാണ് സാധിക്കുക, ഇവർക്ക് എന്താണ് ലാലേട്ടന് ഇതൊക്കെ പറയാൻ അവകാശം എന്നുള്ള രീതിയിലാണ് അനുമോൾ സംസാരിച്ചത്. മൊത്തത്തിൽ ആകെ കൂടി സംഭവ ബഹുലമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ഇതിൽ നമുക്ക് അതുപോലെ തന്നെ ഫൈനൽ വീക്കിലേക്ക് നമ്മുടെ അനുമോളിനെയും സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ആരാണ് പുറത്തു പോകാന്നുള്ളത് നാളെയാണ് അറിയാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് പുറത്തു പോവുക? അനീഷും അനുമോളും എന്തായാലും പോകുന്നില്ല, നൂറയും പോകുന്നില്ല. പിന്നെ നമുക്കുള്ളത് അക്ബർ, ഷാനവാസ്, ആദില, നെവിൻ. ഈ 4 പേരിൽ ആരാണ് പോകാൻ സാധ്യതയുള്ളത്? കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആരാണ് അതും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്